സിതാ, ഈ ഒമാൻ ഇറാൻ ബന്ധം അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ആ രീതിയിൽ നല്ല ബന്ധം ഇറാനുമായി കാത്തുസൂക്ഷിക്കുന്ന GCC രാജ്യങ്ങളിൽ ഒന്നാണ്. ഒരേ ഒരു രാജ്യമാണ് ഒമാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന ദോഫാർ ലഹള എന്ന് പറയുന്ന ലഹള അത് ഒമാനിൽ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അവിടുത്തെ മാർക്സിസ്റ്റ് വിമതരെയൊക്കെ തന്നെ പുറത്താക്കാൻ അന്ന് ഇറാനിയൻ സൈനികരെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അന്ന് തൊട്ട് തുടങ്ങിയൊരു ആത്മാർത്ഥമായ ഒരു ബന്ധം ഈ രാജ്യങ്ങൾക്കിടയിലുമുണ്ട്. മറ്റൊന്നതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. ഈ ഹോർമുസ് കടലിടുക്കിൽ അതിന്റെ നിയന്ത്രണം കൂടുതലുള്ള രണ്ട് രാജ്യങ്ങൾ, ഒന്ന് ഇറാനാണെങ്കിൽ മറ്റൊന്ന് തെക്ക് ഭാഗത്തുള്ള ഒമാനാണ്. അപ്പോൾ വാണിജ്യപരമായും തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ ഉള്ള രണ്ട് രാജ്യങ്ങൾ എന്ന നിലയിലും ഇവർ തമ്മിലുള്ള ബന്ധം അത് കുറേ കാലങ്ങളായി ഇതേപോലെ തുടരുകയാണ്. മാത്രമല്ല 2015 അന്ന് ആണവ കരാർ സാധ്യമാക്കാൻ വേണ്ടി അമേരിക്കയുമായി രഹസ്യ ചർച്ച അത് ഇറാന് വേണ്ടി നടത്തിയത് ഒമാനാണ്. അങ്ങനെ അന്ന് മുതലൊക്കെ തന്നെ ആ ബന്ധം ദൃഢമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നവിടെ ദുഃഖം തുറമുഖത്തിലെ ആ ആക്രമണ സംഭവം ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ GCC രാജ്യങ്ങളെയും ഇറാൻ ലക്ഷ്യം വെച്ചപ്പോൾ ഒമാനെ ഒഴിച്ചു നിർത്താനുള്ള കാരണവും അതാണ്. എന്തായാലും എടുത്തു പറയേണ്ടതാണ്, ഇന്ന് ആക്രമണം നടന്നിട്ട് പോലും ഒമാൻ പിന്നോട്ട് പോയില്ല, എതിർത്ത് പറഞ്ഞില്ല. മറിച്ച് ഒരു സമാധാന ശ്രമം ഉണ്ടാക്കാനുള്ള ഒരു അപ്പർ ഹാൻഡ് അവിടെ ഒമാൻ എടുക്കുകയും ചർച്ചകൾ നടക്കുകയും ചെയ്തിരിക്കുന്നു. അത് സ്ഥിരീകരിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സിത, തീർച്ചയായും പ്രജിൻ, എന്തായാലും കഴിഞ്ഞ എത്രയോ മണിക്കൂറുകളിലായി പ്രത്യാശയുടെ പ്രതീക്ഷയുടെ ഏതെങ്കിലും ഒരു കിരണം ലോകത്തിന്റെ ഒരു കോണിൽ നിന്നും വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. ഈ ലോകത്തെ എല്ലാ സമാധാനവാദികളും അതിനുള്ള ഒരു ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി വരികയാണ്. ഇതാ ഇപ്പോൾ ഈ അൽ ജസീറ മുൻപ് റിപ്പോർട്ട് ചെയ്ത വാർത്ത റോയിറ്റേഴ്സ് സ്ഥിരീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരമാണ്. അതായത് ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് ഇറാനും അമേരിക്കയും എന്നുള്ള വാർത്ത അത് റോയിറ്റേഴ്സ് സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ തന്നെ മുന്നോട്ട് കാര്യങ്ങൾ പോകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏറ്റവും പ്രധാനം പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ ഒമാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള ഒരു മധ്യസ്ഥതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോളാണ്. നിലവിൽ ഒമാന് മാത്രം സാധിക്കുന്ന നിലയിലേക്ക് അത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വേള ഒമാന്റെ പരമാധികാരത്തിലേക്ക് കടന്നുള്ള ഇറാന്റെ ആക്രമണങ്ങൾ അതിന് ഏതെങ്കിലുമൊക്കെ തരത്തിൽ വിഘാതം സൃഷ്ടിക്കുമോ എന്നൊരു വലിയ ആശങ്ക കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. അതിനെ ശരിവെക്കുന്ന തരത്തിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇറാന്റെ അംബാസിഡറെ നേരിട്ട് വിളിച്ചു വരുത്തി ഈ GCC രാഷ്ട്രങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ഒമാനെതിരെയുള്ള ആക്രമണത്തിനൊക്കെ വിമർശിക്കുന്ന നിലയുണ്ടാകുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ വലിയ ആശങ്കകൾ കഴിഞ്ഞ മണിക്കൂറിൽ ലോകത്തിന് സമ്മാനിച്ചിരുന്നുവെങ്കിൽ അതിനെ തുടർന്ന് ഇപ്പോഴിതാ പ്രത്യാശയുടെ ചില വാർത്തകൾ കൂടി വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഒമാൻ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമാധാന ചർച്ചകൾക്ക് ഇറാൻ ഒരു മുൻകൈ എടുക്കുന്നു എന്നുള്ളത് കൂടിയാണ്. പക്ഷേ പ്രജിൻ, അങ്ങനെ പറയുമ്പോഴും ഇതിൽ ഏറ്റവും പ്രധാനം, അല്പം മുമ്പ് പ്രജിൻ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പ്രത്യേകിച്ചും ഈ യുദ്ധ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുകയും ഖമനയുടെ മരണം സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം ഉൾപ്പെടെ പൂർണ്ണമായും നിലച്ച നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. സ്വാഭാവികമായും ലോകത്താകമാനം അത് സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ അതിന് പിന്നാലെ ഇറാന്റെ തന്നെ ഔദ്യോഗിക പ്രതികരണമായി ഹോർമുസ് കടലിടുക്ക് അവർ അടച്ചിട്ടില്ല, അത് അടയ്ക്കാനുള്ള ഉദ്ദേശത്തിലേക്ക് ഇറാൻ കടന്നിട്ടില്ല എന്ന പ്രതികരണം വരുമ്പോൾ തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്പം പോസിറ്റീവായ ഒരു സമീപനം ഇറാൻ സ്വീകരിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ ആ ഘട്ടത്തിൽ തന്നെ വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള ഇറാന്റെ പ്രതികരണം വരുന്നത്. ഒമാൻ എന്ന മധ്യസ്ഥത വഹിക്കുന്നു, പിന്നാലെ ട്രംപിന്റെ പ്രതികരണവും. പക്ഷേ പ്രജിൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ട്രംപ് പറയുമ്പോഴും മുന്നോട്ട് ചർച്ചയുമായി ബന്ധപ്പെട്ട നിലപാടുകൾ എന്തായിരിക്കും എന്നുള്ളതാണ്. അല്പം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഖമനഈ ഭരണകൂടത്തിന്റെ നയങ്ങളും നിലപാടുകളുമായിരുന്നു ഏറ്റവും പ്രധാനമായി അമേരിക്കയ്ക്ക് ട്രംപിന് ഒക്കെ നേരിടേണ്ടി വന്ന വെല്ലുവിളി. എല്ലാ കാലവും ഒരു അമേരിക്കൻ വിരുദ്ധ പക്ഷത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ സ്വരമായി നിലനിന്ന നേതാവ് കൂടിയായിരുന്നു ഖമനയെ ഇവിടെ അവസാനിപ്പിക്കാൻ ട്രംപിന് അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിനായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഖമനയി ഏത് പാതയിലായിരുന്നോ അതേ പാതയിൽ തന്നെ ഞങ്ങളും തുടരും എന്നുള്ള പ്രഖ്യാപനം ആദ്യം തന്നെ നടത്തിയാണ് പുതിയ ഒരു ചേരി ഇറാനിൽ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഖമനയുടെ വധത്തിന്, ഖമനയുടെ ജീവൻ എടുത്തവർക്ക് ആ നിലയിൽ തന്നെ മറുപടി നൽകേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നതിനോടൊപ്പം ഖമനയുടെ പാത തന്നെ പിന്തുടരുമെന്ന് പ്രഖ്യാപിച്ചു വരുന്ന ഒരു പുതിയ സംവിധാനത്തെ ട്രംപ് ഏത് നിലയിൽ നോക്കിക്കാണും എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ട്രംപിന്റെ എല്ലാ കാലത്തെയും നിലപാടുകൾ നമുക്കറിയാവുന്നതാണ്. സാധാരണ നിലയിൽ ഈ സംഘർഷ സാധ്യതകളൊക്കെ ഉണ്ടാകുമ്പോൾ സമാധാന അന്തരീക്ഷത്തിലേക്ക് രാഷ്ട്രങ്ങൾ പോകുന്നുവെന്ന് പറയുമ്പോഴും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില
ക്രൈറ്റീരിയകളുണ്ട്, ചില നിബന്ധനകളുണ്ട്. അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടാൽ മാത്രം സമാധാനം, അല്ലെങ്കിൽ അത് പൂർണ്ണമായും പാലിക്കപ്പെട്ടാൽ മാത്രം ഒരു കോംപ്രമൈസ് എന്ന നിലയിലേക്ക് പോകുന്ന ഒരു വ്യക്തിത്വമാണ് പൊതുവെ ഡൊണാൾഡ് ട്രംപിന്റേത്. അപ്പോൾ ആ നിലയിൽ തന്നെ നിലപാട് സ്വീകരിച്ച് ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്ന ട്രംപ് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്പം മുമ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രതികരണം വരുന്നത്. അത് പൂർണ്ണമായും ടെഹ്റാനിൽ നിന്നും ടെഹ്റാൻ ഒഴിപ്പിക്കും, ടെഹ്റാനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യും എന്നുള്ള പ്രതികരണമാണ്. അപ്പോൾ ഈ പ്രതികരണങ്ങൾ വരുന്ന സമയം കൂടി കൂട്ടി വായിക്കുമ്പോൾ അതിൽ അല്പം ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാര്യം. യുദ്ധവുമായി ബന്ധപ്പെട്ട മുൻനിരയിലുള്ളത് ഇസ്രായേലാണ്. നമുക്കറിയാവുന്നത് പോലെ ആദ്യത്തെ ആക്രമണ വാർത്ത വരുന്നത് അത് ഇസ്രായേൽ നടത്തിയ ആക്രമണം എന്ന നിലയിൽ തന്നെയാണ്. അമേരിക്കയുടെ പിന്തുണ പൂർണ്ണമായും അതിനുണ്ട് എങ്കിൽ പോലും അപ്പോൾ അങ്ങനെ യുദ്ധത്തിന്റെ മുഖത്ത് നിൽക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ അല്പം മുമ്പ് ടെഹ്റാൻ പൂർണ്ണമായും നശിപ്പിക്കും എന്നുള്ള പ്രതികരണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് സമാധാന ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള പ്രതികരണം ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ആ നിലയിൽ തന്നെ അല്പം സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് എന്നത് കൂടി കാണേണ്ടതുണ്ട്. പക്ഷേ പൊതുവിൽ ഈ ട്രംപ് എല്ലായ്പ്പോഴും സാധാരണ നിലയിൽ മനുഷ്യൻ ചിന്തിക്കുന്നതിനപ്പുറം ചില ഇടപെടലുകൾ നടത്തുന്ന നേതാവാണ് എന്നുള്ളത് കൂടി നമുക്കറിയാം. അപ്പോൾ ഒരുപക്ഷെ പൊടുന്നനെ ഇതാ യുദ്ധം അവസാനിച്ചിരിക്കുന്നു, അതിന് ഞാൻ തന്നെ മുൻകൈ എടുത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല. എന്തായാലും ആ നിലയിലാണെങ്കിൽ പോലും അത്തരം വാർത്തകൾക്ക് ലോകം കാതോർക്കുന്നു ഈ മണിക്കൂറുകളിൽ, ഈ നിമിഷങ്ങളിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രജിൻ, എന്തായാലും ഒരു ചർച്ച, സമാധാനത്തിന്റെ ശ്രമങ്ങൾ എന്നുള്ള സൂചന വന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ രാത്രി അല്പം സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നൊരു പ്രതീക്ഷ കൂടി വെക്കാമെന്ന് തോന്നുന്നു. യെസ്, അസിത സഹിറാണ് വിശദാംശങ്ങൾ നൽകിയത്. അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ സമാധാനത്തിന്റെ ഒരു നേരിയ കിരണം അത് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മണിക്കൂറായി ഈ മണിക്കൂർ മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപ് ഇതുവരെയായും സമൂഹ മാധ്യമങ്ങളിൽ ആ രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. നേരത്തെ മധു കൊട്ടാരക്കര പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഇത്തരം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പ്രതികരിക്കുക ട്രൂ സോഷ്യൽ വഴിയാണ് ട്രംപ്. പക്ഷെ അതുണ്ടായിട്ടില്ല. നമുക്ക് നോക്കാം ഈ മണിക്കൂറിൽ തന്നെ അത്തരം ഒരു പ്രതികരണം ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ എന്നുള്ളത്. എന്താ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.